ഹായ് കൂട്ടുകാരെ, നമുക്ക് ഈ സാൽമണിൻ്റെ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ? ഇത് ഞാൻ മുന്നേ ചെയ്തതാണ്, എന്നാലും ഒന്നും കൂടി നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മൾ ആദ്യം ഒരു ഫ്രൈ പാൻ ചൂടായതിന് ശേഷം അതിലേക്ക് അല്പം എണ്ണ തൂവിയതിന് ശേഷം ഇതേപോലെ സ്ലൈസ് ചെയ്ത് വെച്ചാൽ നമ്മൾ സാൽമൺ ഇതേപോലെ നല്ല അടിപൊളിയായിട്ട് നിരത്തി വെക്കുക. ഓക്കെ, ഇങ്ങനെ സെറ്റാക്കിയതിന് ശേഷം നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് വളരെ നീളത്തിൽ വളരെ നൈസായിട്ട് അരിഞ്ഞു വെച്ച ജിഞ്ചർ ഈ സാധനം ആഡ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ഞാൻ അല്പം ചെറിയ ഉള്ളി, ഓക്കെ, ചെറിയ ഉള്ളിയാണ് ഇതിന് വേണ്ടത്. പിന്നെ അല്പം കരിവേപ്പിലയും ഒരു 3-4 പച്ചമുളക്. ഓക്കെ, അതിനുശേഷം നല്ല അടിപൊളി പച്ചമാങ്ങ, ഇതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. അപ്പോൾ ഈ സാധനങ്ങൾ അത്ര ഇട്ടതിന് ശേഷം ഇത്രയും പൊടികൾ കേട്ടോ, ഇതിൽ ഫിഷ് മസാല എടുത്തിട്ടുണ്ട് ഒരു 2 ടേബിൾ സ്പൂൺ, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും പിന്നെ 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി. ഓക്കെ, അതിനുശേഷം ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് തേങ്ങാപ്പാലാണ്. ഇതേപോലെ തേങ്ങാപ്പാൽ നല്ല അടിപൊളിയായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഏകദേശം ഒരു 2 കപ്പ് തേങ്ങാപ്പാൽ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് ഒരല്പം ഒരു ചെറിയൊരു പീസ് കുടംപുളി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ഒരു ഫ്ലേവർ ഒന്ന് വേറെ തന്നെയാണ്. പിന്നെ ഇത് കുക്ക് ചെയ്യേണ്ട വിധം എന്ന് പറഞ്ഞാൽ വളരെ തീ കുറച്ച് നമുക്കിത് അടച്ച് വെച്ച് നമുക്ക് കുക്ക് ചെയ്തെടുക്കുന്ന കേട്ടോ. ഏകദേശം ഒരു 20-25 മിനിറ്റിനുള്ളിൽ വളരെ സ്ലോയിൽ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ സംഭവം സെറ്റാവും. അങ്ങനെ ഇത് ഏകദേശം ഈ ഒരു കണ്ടീഷനിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഗൈസ്, എന്തായാലും ഒന്ന് ട്രൈ ചെയ്യണേ. സംഭവം നല്ല അടിപൊളിയാണ് കേട്ടോ. ഇത് നല്ല ചോറിൻ്റെ കൂടെയോ അതോ ചൂട് പൊറോട്ടൻ്റെ കൂടെയൊക്കെ കഴിക്കുക എന്ന് പറഞ്ഞാൽ സംഭവം പൊളിയാണ്. ഞാൻ എന്തായാലും ട്രൈ ചെയ്തത് ചോറിൻ്റെ കൂടെ കേട്ടോ. അപ്പം ബൈ.